റിവൽ ടുഡേ മീഡിയയിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആത്മീയ സന്ദേശങ്ങൾ മാത്രമല്ല, അനുദിന ജീവിതത്തിൽ ചേഞ്ച് വരേണ്ട കാര്യങ്ങൾ, എൻ്റെ അനുഭവങ്ങളിലൂടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എല്ലാം ദൈവത്തിൽ ശരണപ്പെട്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെയും ജോലി ചെയ്യുന്നവരുണ്ട്. പല കാര്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരാൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വരണമെന്ന് ആഗ്രഹിക്കും. പ്രത്യേകിച്ച് അല്പം പ്രായമുള്ള മനുഷ്യനായതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ ഒത്തിരി പഠിപ്പിച്ച പാഠങ്ങളുണ്ടല്ലോ, ഒത്തിരി ലെസൺസ് ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. അതിലേക്ക് അവർ വരണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ പലരിലേക്ക് വരുന്നില്ല. അപ്പോൾ എന്നെ ദൈവം പഠിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയാം. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഞാൻ ചിലരെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അവരതിലേക്ക് വരാത്തപ്പോൾ ഞാൻ പലപ്പോഴും ഒഫൻഡാവും. ദൈവം എന്താ അവരനുസരിക്കാതെ, എന്താ അവർ ചെയ്യാത്ത, അവർക്ക് പറ്റുമല്ലോ. പക്ഷേ എൻ്റെ വൈഫ് ആ സമയത്ത് ചില കാര്യങ്ങൾ പറയും, ഷൈജ അവർക്ക് അങ്ങനെയുള്ളൊരു ആഗ്രഹമില്ല, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാൻ ഒരു കാര്യമില്ല, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല, എന്തിനെ അവരെ നിർബന്ധിക്കുന്നത്. അപ്പോൾ എനിക്കെന്തോ ഇവർ അനുഗ്രഹിക്കപ്പെടണം, ഇവർ നന്നാകണം. ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും നമ്മൾ അനുഭവിച്ച ദൈവിക വിടുതല എല്ലാവരും അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം. ഒന്നാമത്തെ പോയിൻറ്റിങ്, ആർ ദേ വില്ലിങ്? അവർ വില്ലിങ്ങാണ്, അല്ലാതെ പറ്റത്തില്ല. ഒരു അധ്യാപകൻ ഒരിക്കൽ പറയുകയാണ്, പഠിക്കുന്ന സ്റ്റുഡൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പിള്ളേരുണ്ട്, അവർക്ക് വലിയ ഇഷ്ടമാണ് ട്യൂഷൻ അധ്യാപകന്മാർക്ക്. അവർ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് അങ്ങനെ ഒരു കാര്യം, കർത്താവിനോട് ആ കുഷ്ഠരോഗി പറഞ്ഞ പോലെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യം. മനസ്സുണ്ടോ? അവർക്ക് അങ്ങനെ ഒരു കാര്യമില്ലെങ്കിൽ നമ്മൾ വെറുതെ സമയം കളയുകയാണ്, ഒരു പ്രയോജനമില്ല അവരെ. പക്ഷെ ഞാൻ അങ്ങനെ എൻ്റെ സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് താല്പര്യമില്ലേ? കാരണം വിശപ്പില്ല എന്ന് പറയുന്ന ഒരാളെ നമ്മൾ നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തായിരിക്കും, അവിടെ ഇവിടെയൊക്കെ അവർ 2-3 ഉരുള എടുത്ത് തൃപ്തിയോടായിരിക്കും അവർ കഴിക്കുന്നത്. എന്നാൽ വിശപ്പുള്ളവന് ആ ഭക്ഷണം കൊണ്ട് വെച്ചാൽ മതി, പെട്ടെന്ന് പുള്ളി ഫിനിഷ് ചെയ്യും. കാര്യം അവരെ ആഗ്രഹിക്കുന്നു. രണ്ടാമത് എന്നെ പഠിപ്പിച്ചൊരു കാര്യം, അതിനുള്ള കപ്പാസിറ്റി, സ്ട്രെങ്ത്, എബിലിറ്റി അവരിലുണ്ടോ? ചിലപ്പോൾ അവർക്ക് ആഗ്രഹം കാണും, പക്ഷെ അതിലേക്ക് വരാനുള്ള സെൽഫ് സ്ട്രെങ്ത് അവർക്കില്ലെങ്കിൽ വലിയ പാടാണ്. ദൈവം അത് കൊടുക്കുന്നേ, എന്നാൽ പോലും നമ്മുടെ ഒരു വിസ്ഡം ഉണ്ടല്ലോ ദൈവം തരുന്ന ഒരു കാര്യങ്ങൾ, അതുകൂടെ ഉണ്ട്. ഇപ്പം നമുക്കറിയാം, എല്ലാവരും ഡിസ്റ്റിങ്ഷനില്ല, എല്ലാവരും പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ടോപ്പിൽ വരുന്നില്ല. ബുദ്ധിമണ്ഡലങ്ങളിലെല്ലാം വ്യത്യാസമുണ്ട്. ഇതില്ലാത്ത ഒരാളോട്, അതായത് LKG പഠിക്കുന്നൊരു കുഞ്ഞിനെ +2 കാര്യം പറഞ്ഞാൽ അതിന് മനസ്സിലാവും. എന്നെ മനസ്സിലാക്കിയ കാര്യം, അവർക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് നാം ചിന്തിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞേക്കുന്നത്, അവർ അനുസരണമുള്ളവരാണോ? അനുസരിക്കുന്നൊരു ഹൃദയമുണ്ടോ? ഇത് രണ്ടുമുണ്ട്. വില്ലിങ് ആണ്, അതിനുള്ള സ്ട്രെങ്തും ഉണ്ട്, പക്ഷെ അനുസരിക്കുന്നില്ലെങ്കിലും. ഇത് മൂന്നും കൂടെ ഒത്തുവരുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആ മൂന്നും ഉണ്ടെങ്കിൽ ഒരാളെ ട്രെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. വില്ലിങ് ഉണ്ടോ, അവർ ഹിതം, അവർക്ക് അതിന് താല്പര്യമുണ്ടോ? 2, അതിനുള്ള സ്ട്രെങ്ത്, അതിനുള്ള പ്രാപ്തി അവർക്കുണ്ടോ? 3, അനുസരിക്കാനുള്ളൊരു കാര്യം അവർക്കുണ്ടോ? പെട്ടെന്ന് അവരെ നമുക്ക് അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ, ഒന്നിൽ തെറ്റിയാൽ വലിയ പാടാണ്. ഇനി 2 അല്പം മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അനുസരിക്കുന്നൊരു ഹൃദയം ഉണ്ടെങ്കിൽ അല്പം കൂടെ നമുക്ക് എളുപ്പമായിരിക്കും. ദൈവം കൂടെ അങ്ങ് സപ്പോർട്ട് ചെയ്യും ആ വിഷയത്തെ. ഇവിടെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച പല കാര്യങ്ങൾ, അതുകൊണ്ട് പലരോടും ഇപ്പം എനിക്ക് ഭാരമില്ല, കാരണം അവർക്ക് താല്പര്യമില്ല. എന്തിനവരെ നിർബന്ധിക്കുന്നത്? അതുകൊണ്ട് ഈ സന്ദേശം മറന്നു പോകല്ലേ. ഏത് കാര്യത്തിനും ഹിതവും ഒരു സ്ട്രെങ്തും ദൈവത്തിൽ നിന്നുള്ള കൃപയും ഒരു അനുസരണം ഉണ്ടെങ്കിൽ ജീവിത വിജയം നിങ്ങളുടേതാണ്. ഇത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ.